ഡോക്ടർ ജി വി ഹരിയിലേക്ക്. ജി വി ഹരി, നമ്മൾ കേട്ടതാണ് LDF പ്രതിനിധി ശ്രീ ഹാഷിം ഹരിയിൽ പറയുന്നത് ഇത് കൂട്ടിലടച്ച തത്തയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ കൂട്ടിലടച്ച ഒരു തത്തയ്ക്ക് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം കൊണ്ട് ഒരാളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ കഴിയുമോ? വീണ ടിയുടെ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടുകൾ, വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ടിലെ 1,37,088 രൂപ, അതേപോലെ തന്നെ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലെ 27,585 രൂപ, അതേപോലെ തന്നെ അവർക്ക് പങ്കാളിത്തമുള്ള മറ്റൊരു കമ്പനിയുണ്ട് ലേക്കർ ഇന്ത്യ, അതിൽ 15,57,414 രൂപ. ഇത്രയും ED മരവിപ്പിച്ചു. ഇതുകൂടാതെ ശശിധരൻ കർത്തയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഒരു തെളിവുമില്ലാതെ ഒരാളുടെ അക്കൗണ്ടുകൾ ഇങ്ങനെ മരവിപ്പിക്കാൻ കഴിയുമോ? അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട കർത്ത നൽകിയ മൊഴിയുടെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ കൂട്ടിലടച്ച തത്തയുടെ കഥകളായി മാറും? ഡോക്ടർ ജി വി ഹരി. വിനോദ്, താങ്കൾ ഈ ചോദ്യം ഒക്കെ ചോദിച്ചത് ഇടതുപക്ഷ നിരീക്ഷകനോടാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത്. അദ്ദേഹം ഇതല്ലാതെ ഇനി ശിക്ഷിച്ചാൽ പോലും ശ്രീ ഹാഷിം ഹരിയിൽ തന്നെ അപ്പുറത്തേക്കൊരു വാക്ക് മാറ്റി പറയാൻ പോകുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിതിൻ്റെ ഒരു ടൈം ലൈനിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക്. നമുക്ക് 2017 എക്സാലോജിക്കും CMRL കൂടി ഒരു കരാറിൽ ഏർപ്പെടുന്നു. ആ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ 2.78 കോടി രൂപ ആ പീരീഡിൽ 2017-2020 കാലഘട്ടത്തിൽ എക്സാലോജിക്കിന് വെറുതെ കൊടുത്തു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ കേസ് ആദ്യം അന്വേഷിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ശ്രീ ഹാഷിം ഹരിയിൽ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ രാജ്യത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ആദ്യമായിട്ട് അന്വേഷിക്കുന്നത്. ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, 2017 ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കാലഘട്ടം 17-20 കാലഘട്ടത്തിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് സേവനമൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഇത്ര കൂടി കൊടുത്തിരിക്കുന്നു, സേവനമൊന്നും കൊടുക്കാതെയാണ് എന്നുള്ളൊരു കണ്ടെത്തൽ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, അതിനെ തുടർന്ന് 2024 ഈ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിട്ടുള്ള ഫ്രോഡ് അന്വേഷിക്കുന്ന, നമുക്കറിയാവുന്നതുപോലെ SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്ന സ്ഥാപനം, ആ ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അവരും ഇത് ശരിയാണ് എന്ന് കണ്ടെത്തുന്നു. 2024 മാർച്ചിൽ ED ഇതുമായി ബന്ധപ്പെട്ട് ഒരു മണി ലോണ്ടറിങ് കേസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമൻസ് CMRL അത് മറ്റ് ഒഫീഷ്യൽസിനൊക്കെ ഇഷ്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് എക്സാലോജിക്കിൻ്റെ എതിർകക്ഷിയായ, അല്ലെങ്കിൽ രണ്ട് കമ്പനികളിൽ ഒന്നാമത്തെ കമ്പനി എക്സാലോജിക്ക്, മറ്റൊന്ന് CMDRലുമാണ്. ഏപ്രിൽ 2024 കേരള ഹൈക്കോടതിയിൽ അവരെല്ലാം പോയി. കേരള ഹൈക്കോടതി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു. 2025 ഗവൺമെൻറ് SFIക്ക് ഇതിന് പ്രോസിക്യൂഷനുള്ള നടപടികൾക്ക് അനുവാദം കൊടുക്കുന്നു. 2026 ഈ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ആ ഡെവലപ്മെൻറ്റ്സാണ് ഇപ്പോൾ താങ്കളടക്കം ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കേട്ടാലും ഇതെല്ലാം കൂട്ടിലടച്ച തത്തയാണ്, ഇതൊക്കെ ചുമ്മാതാണ്, ഇതൊക്കെ വെറുതെയാണെന്ന് ഹാഷിം ഹരിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് SFIO അദ്ദേഹത്തിന് വിശ്വാസമില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വിശ്വാസമില്ല, അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന കേരളത്തിലെ കോടതികളെ വിശ്വാസമില്ല, അതോടൊപ്പം തന്നെ EDയെ വിശ്വാസമില്ല. ആകപ്പാടെ അവർക്ക് വിശ്വാസമുള്ളത് ഈ CPM ഇതൊക്കെ തീവ്രതയൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കമ്മിറ്റിയും അവരുടെ കോടതിയൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു സമീപനമാണ് കാലങ്ങളായി CPM തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള രേഖ, എൻ്റെ ഏകദേശം 16 പേജുള്ള ഈ റിപ്പോർട്ട് നിങ്ങളതിൽ ഞങ്ങൾ കാണിച്ചത് അതിലെ ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ അതിൽ കൂടുതൽ രേഖകൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കൾ നേരത്തെ വായിച്ചതുപോലുള്ള കാര്യങ്ങൾ അതിനകത്ത് കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാനിവിടെ നമ്മുടെ ഈ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം ഞാനിവിടെ വായിക്കാം. അതിലേറ്റവും പ്രധാനമായും ആ റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ കർത്ത കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, including Smith Veena T herself, who admitted no deliverables were provided to CMRL. Smith Veena T could not provide any tangible work done for CMRL in lieu of the payment of rupees 2.78 crores and received in the name of IT consultancy services. ഇത് വീണ ടി അംഗീകരിച്ചതാണ്. അത് കർത്ത 2024 കൊടുത്ത, ഹാഷിം ഹരിയിൽ പറഞ്ഞ ശരിയാണ്, 2024 അദ്ദേഹം 17/4/2024 റെക്കോർഡഡ് അണ്ടർ സെക്ഷൻ 50 of PML admitted transferring funds to vendors, cash withdrawal and return to him or ADs without genuine expenses. He also admitted payment to Smith T versus Exalogic Solutions Private Limited without services, considering personal relationship with the Chief Minister of Kerala, Sri Pinarayi Vijayan. ഇനി മറുപടി പറയേണ്ടത് പിണറായി വിജയനാണ്.
അതെ. ഇനി മറുപടി പറയേണ്ടത് പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരിടത്തും അദ്ദേഹത്തിൻ്റെ കുറിച്ചൊരു പരാമർശം ഈ കേസിൽ ഇതുവരെയും ഞങ്ങളാരും കണ്ടിട്ടില്ലായിരുന്നില്ല, മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനോടുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കൊരു സേവനവും തന്നില്ലെങ്കിലും ഞങ്ങൾ ഈ 2.78 കോടി രൂപ ഞങ്ങൾ വെറുതെ കൊടുത്തത് എന്ന് പറയുമ്പോൾ എന്തിന് വെറുതെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ 2.78 കോടി കൊടുത്തിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണ്, അതിനകത്ത് എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിരുന്ന ഗോവിന്ദൻ മാഷ് ഇതിന് ഉത്തരം പറയണ്ടേ? CPM-ന് ഉത്തരം പറയണ്ടേ? കഴിഞ്ഞ 10-50 ദിവസക്കാലമായി 10-25-30ഓളം CPM-ൻ്റെ ഗുണ്ടകൾ ഈ നമുക്കറിയാവുന്ന പോലെ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുകയാണ്. അങ്ങനെ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന ആളുകളൊക്കെ ഒന്നുകൂടെ ആലോചിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജയിലിൽ പോയത്? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജയിലിൽ പോയത്? ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജയിലിൽ പോയത്? ഇവിടെ നിങ്ങളുടെ നേതാവ്, ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടരാൻ ഒരു അർഹതയുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി തുടരാൻ യാതൊരു അർഹതയുമില്ല. അദ്ദേഹം രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം രാജിവെക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് ഈ 2.78 കോടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അഴിമതിയാണ് എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യം ശരിയാണ് എന്നതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുവരെയും ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിരുന്നില്ല. ഇതുവരെ വീണ മാത്രമേ ചിത്രത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്നു മുതൽ ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, പഴയ മുൻ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂടി ചിത്രത്തിലേക്ക് വന്നിരിക്കുന്നു. കർത്ത പറഞ്ഞിരിക്കുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഈ 2.78 കോടി രൂപ കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ എന്ത് സഹായമാണ് താങ്കൾ ഈ കർത്തയ്ക്ക് ചെയ്തു കൊടുത്തതെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആദ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കൂ, അതിനുശേഷം വർത്തമാനം പറയൂ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു രേഖ പ്രകാരമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ രേഖകൾ പരിശോധിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിനകത്ത് വലിയ അഴിമതി നടന്നിരിക്കുന്നു. ഗവൺമെൻറ്റിന് ഇതിനകത്ത് വലിയ അഴിമതി, മുൻ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസിലേക്ക് പോകണം, സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസിലേക്ക് പോകണം, വിജിലൻസ് കോടതി അല്ലെങ്കിൽ വിജിലൻസ് ഇതിനകത്ത് കേസെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിനോദെ, ഇതിനകത്ത് ആശയവരിയിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഒരു നേർചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM ഇതിനകത്ത് ഉത്തരം പറയണം, മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയണം. അതോടൊപ്പം തന്നെ ഇതിനെ സാംശീകരിച്ചുകൊണ്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഈ ചോദ്യത്തിന് മറുപടി പറയുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം.